മലയാളികളുടെ സാമൂഹ്യ സാംസ്കാരിക വേദികളിലെ സജീവ പ്രതികരണ വേദിയായ ബ്രെയിൻ സ്പാർക്ക് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനയപുരസ്സരം അപേക്ഷിക്കുന്നു. എൻ്റെ 32 വർഷത്തെ അധ്യാപന ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഇന്നും ഓർമ്മിക്കുന്ന ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും സജീവമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. ഒരിക്കൽ കുമാരനാശാന്റെ കവിത ഞാൻ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. കവിത വിശദീകരിക്കുന്ന വേളയിൽ അന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളെപ്പറ്റി പറയുവാനിടയായി. ജാതികൾ തമ്മിൽ പരസ്പരം പോരാടുകയും അടിക്കുകയും കൊല്ലപ്പെടുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം. ഒരു ജാതിക്ക് അയിത്തം കൽപ്പിച്ചിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നും മോചനം ലഭിക്കുകയും മലയാളി നവോത്ഥാന പാതയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തതിന് അടിസ്ഥാന ശിലയിട്ടത് ശ്രീനാരായണ ഗുരുദേവനാണ് എന്ന് ക്ലാസ്സിൽ ഭംഗ്യന്തരേണ സൂചിപ്പിച്ചു. അപ്പോൾ ഒരു സമർത്ഥനായ വിദ്യാർത്ഥി എന്നോട് ചോദിച്ചു, സാറേ, ഒരു സംശയം. ഹിന്ദുമതത്തിലെ ജാതി മത വർഗഭേദങ്ങൾക്ക് അതീതമായി ചിന്തിച്ചതുകൊണ്ട് ശ്രീബുദ്ധൻ ബുദ്ധമതവും ജൈനമതവും സ്ഥാപിക്കുകയുണ്ടായി. അപ്രകാരം ശ്രീനാരായണ ഗുരുദേവനെ ഹിന്ദുമതത്തിൽ നിന്നും വെളിയിൽ ചാടി ഒരു ശ്രീനാരായണ മതം സ്ഥാപിച്ചു കൂടായിരുന്നു എന്നായിരുന്നു ചോദ്യം. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ആ ചോദ്യം. പെട്ടെന്ന് ആ ചോദ്യത്തിന് ഒരു മറുപടി പറയുക എന്നുള്ളത് അസാധ്യമായിരുന്നു. ശ്രീനാരായണൻ എന്തുകൊണ്ട് ഒരു പുതിയ മതം സ്ഥാപിച്ചില്ല എന്നാണ് കുട്ടിക്ക് അറിയേണ്ടിയിരുന്നത്. നമ്മുടെ വേദാന്ത ശാസ്ത്രങ്ങളിൽ ആഴമേറിയ അറിവുള്ള ഒരു അധ്യാപകന് മാത്രമേ ഇക്കാര്യത്തിൽ സംശയനിവൃത്തി കൈവരിക്കാൻ സാധിക്കൂ എന്ന് എനിക്ക് മനസ്സിലായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചിന്തിച്ചു, എന്താണ് ഭാരതീയത, എന്താണ് ഹിന്ദുയിസം? അത് കേവലം മതപരമായ അല്ലെങ്കിൽ അനുഷ്ഠാനപരമായ ഒരു ചടങ്ങ് മാത്രമാണോ? തീർച്ചയായിട്ടുമല്ല. ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ വേദോപനിഷത്തുകളിൽ അധിഷ്ഠിതമാണ്. അതിനെ നമ്മൾ പഞ്ചമഹാവാക്യങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അയമാത്മാ ബ്രഹ്മ, തത്വമസി, പ്രജ്ഞാനാം ബ്രഹ്മ, ആത്മവത് സർവഭൂതേഷു, അങ്ങനെ ഒട്ടനവധി വാക്യങ്ങൾ വേദങ്ങളിൽ കൽപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അഗാധതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴാണ് ഭാരതീയ ഹൈന്ദവ ദർശനം എത്രമാത്രം വിശാലമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പരാശര മഹർഷിക്ക് മുക്കുവ കന്യകയായ സത്യവതിയിൽ ജനിച്ച പുത്രനാണ് ശ്രീമദ് വേദവ്യാസൻ. വേദവ്യാസനാൽ രചിതമായ വേദം തന്നെ സവർണ ഫാസിസത്തെ നിരാകരിക്കുന്നു എന്നുള്ളതാണ് സത്യമായ അവസ്ഥ. ഇന്ന് പലരും പറയുന്നത് പോലെ സവർണമതത്തിൽ അധിഷ്ഠിതമായ ഒരു സങ്കല്പമല്ല ഹൈന്ദവ സങ്കല്പം എന്ന് ഗുരുദേവന്റെ ക്രാന്തദർശിത്വം കണ്ടറിഞ്ഞു. അഗസ്ത്യനും വ്യാസനും കപിലനും എന്ന് വേണ്ട ഭാരതീയ ഋഷിമാർ എല്ലാം തന്നെ താഴ്ന്ന വിഭാഗത്തിൽ നിന്നും ജനിച്ചവരായിരുന്നു. അങ്ങനെ ദൈവവിളി ലഭിച്ചവരായിരുന്നു. എന്താണ് ഈ പഞ്ചമഹാവാക്യങ്ങളുടെ അടിസ്ഥാനം? പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും കുടികൊള്ളുന്ന സത്ത ഒന്നു തന്നെയാണ്. സമഷ്ടിയുടെ ഉണ്മ എന്ന് അതിനെ വിളിക്കാം. ആ സമഷ്ടിയുടെ ഉണ്മ വ്യക്തിനിഷ്ഠമായ ഉണ്മയായി ഈ പ്രപഞ്ചത്തിൻ്റെ ആകെ ചൈതന്യം എല്ലാ ജീവജാലങ്ങളിലും കണ്ടറിയുന്ന മഹത്തായ ദർശനമാണ് ഭാരതീയ ദർശനം. അവിടെ പക്ഷഭേദമില്ല, ജാതിമത വ്യത്യാസമില്ല, ചെറുതും വലുതുമെന്ന വ്യത്യാസമില്ല, അവിടെ വലുപ്പച്ചെറുപ്പമില്ല. ഗുരുദേവൻ ദുരവസ്ഥയിൽ പാടുന്നത് പോലെ എല്ലാം വിടർന്ന് പരിമളം തൂവട്ടെ, എല്ലാം ചിതറട്ടെ വർണ്ണശോഭ, തമ്മിൽ കലർന്നാൽ ഗുണമേറും പൂക്കളെ,
സമ്മേളിപ്പിപ്പിൻ സമയമായി. പ്രപഞ്ചനാഥനായ സാക്ഷാൽ ദൈവം ഉയർന്നവനും താഴ്ന്നവനും ഒരുപോലെ കാറ്റ് നൽകുന്നു, ഒരുപോലെ വെളിച്ചം നൽകുന്നു, ഒരുപോലെ പ്രകാശം നൽകുന്നു. പ്രകൃതിയിലെ സകല ആനുകൂല്യങ്ങളും ജാതിമത ഭേദമില്ലാതെ വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ വസ്തുക്കൾക്കും നൽകുന്നു. അല്ലയോ കുന്തിപുത്രനായ അർജുന, ഈ പ്രപഞ്ചത്തിലെ സർവ്വതും ഞാൻ തന്നെയാണ്. ദേഹോ ദേവാലയ പ്രോക്തോ ജീവോ ദേവ സദാശിവ. ഈ ക്ഷേത്രങ്ങൾ പോലും മനുഷ്യ ശരീരമാണ്. അതിനുള്ളിലെ ക്ഷേത്രജ്ഞനാകട്ടെ ദേവവിഗ്രഹമാകട്ടെ അനന്തശായിയായ സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണ്. അപ്പോൾ സകല ചരാചരങ്ങളിലും മാനവികതയെ കാണുകയും മനുഷ്യത്വത്തെ കാണുകയും ദൈവീകത കാണുകയും ചെയ്ത വിശാലമായ ഒരു ദർശനമായിരുന്നു ഹൈന്ദവ ദർശനം. അപ്പോൾ തീർച്ചയായിട്ടും ഹൈന്ദവ ദർശനം വർണ്ണവിവേചനത്തിനും അതുപോലെ തന്നെ വ്യത്യാസങ്ങൾക്കും എതിരായിരുന്നു എന്ന് ഗുരുദേവൻ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഹിന്ദുമതത്തെ നിരാകരിക്കുകയല്ല, മറിച്ച് ഹിന്ദുമതത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അതിന് ഗുരുദേവൻ തിരുവനന്തപുരം മുതൽ പാറശാല വരെ കാൽനടയായി സഞ്ചരിച്ച് അദ്വൈതാശ്രമങ്ങൾ പടുത്തുയർത്തി. ഇന്ന് അദ്വൈതാശ്രമങ്ങളിലൂടെ പഠനം ലഭിച്ച നൂറുകണക്കിന് വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ താന്ത്രിക വിധിയിൽ പ്രഗത്ഭരായ ആളുകൾ ഒക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഭ്യമായത് ഗുരുദേവന്റെ ക്രാന്തദർശിത്വം കൊണ്ടാണ്. പ്രകൃതിയിലെ എല്ലാ വസ്തുക്കളിലും ഗുരുദേവൻ ഈശ്വരനെ ദർശിച്ചു. ദർശനമാല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ്. കുണ്ടലിനി പാട്ട്. മൂലാധാരത്തിൽ 3.5 ചുറ്റായി ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ക്രമാനുഗതമായി ഉയർത്തി ആ പരമവൈഭവത്തിൽ ആ ചൈതന്യത്തിൽ വിലയം പ്രാപിക്കുന്ന ഒരു സാധകന്റെ ഗീതമാണ് കുണ്ടലിനി പാട്ട്. അങ്ങനെ ഗുരുദേവന്റെ ആത്മോപദേശ ശതകമാകട്ടെ, ദൈവശതകമാകട്ടെ, കുണ്ടലിനി പാട്ടാകട്ടെ, ദർശനമാലയാകട്ടെ, ഓരോ കൃതികളും സസൂക്ഷ്മം പരിശോധിക്കുമ്പോൾ ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരിലും കുടികൊള്ളുന്ന ദൈവികമായ ഉണ്മയെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമമാണ് ഗുരുദേവൻ നടത്തിയത്. അതുകൊണ്ട് ഗുരുദേവൻ ഹിന്ദുമതത്തെ നിരാകരിച്ചില്ല, പുതിയൊരു മതം സ്ഥാപിച്ചില്ല. ഹൈന്ദവ ദർശനങ്ങളെ വ്യാപകമാക്കുവാൻ അദ്വൈതാശ്രമങ്ങൾ സ്ഥാപിക്കുകയാണ് ചെയ്തത്. താൻ ഉൾപ്പെട്ട അധകൃത പിന്നോക്ക വർഗങ്ങൾക്കും ദൈവികത അനിവാര്യമാണെന്നും അവരുടെ നടപ്പിലും നോട്ടത്തിലും പൂജയിലും പ്രാർത്ഥനയിലും എല്ലാം തന്നെ ഒരു ഏകതാരൂപം ഉണ്ടാകണമെന്നും അങ്ങനെ വസുദൈവ കുടുംബകം എന്ന വലിയ ദർശനത്തിലേക്ക് എത്തണമെന്നും ഗുരുദേവൻ ആഗ്രഹിച്ചു. ഗുരുദേവൻ ഒരു വിശ്വമാനവനായിരുന്നു, ഒരു ആഗോള ഗ്ലോബൽ പേഴ്സണാലിറ്റി ആയിരുന്നു. അപ്രകാരം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. പ്രപഞ്ചത്തിൽ ഒരൊറ്റ ജാതി മാത്രമേ ഉള്ളൂ, മനുഷ്യജാതി. ആ മനുഷ്യജാതിക്ക് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ, പ്രപഞ്ചനാഥനായി കുടികൊള്ളുന്ന സാക്ഷാൽ ഈശ്വരൻ. ആ ഈശ്വരനെ കണ്ടറിയാനുള്ള തീവ്രമായ ശ്രമമാണ് ഗുരുദേവൻ നടത്തിയത്. അതുകൊണ്ട് ഗുരുദേവൻ ഹിന്ദുമതത്തിൽ നിന്നും വെളിയിൽ വന്നില്ല, ഹിന്ദുമതത്തിൽ ഉറച്ചു നിന്ന നവോത്ഥാന ശില്പിയായിരുന്നു എന്ന് ഞാൻ എൻ്റെ കുട്ടിക്ക് കൃത്യമായ ഉത്തരം കൊടുത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ വളരെ അഗാധതയിലേക്ക് മാറി മറയുന്നത് ഞാൻ കാണുകയുണ്ടായി.